ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയ സച്ചിൻ എന്ന ഗോൾ കീപ്പർക്ക് പകരമായിക്കൊണ്ട് ഹൈദരാബാദ് എഫ്സിയുടെ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കാവൽ മാലാകയായ സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നത്. ഈ ഒരു പരിക്കിനെ തുടർന്നുകൊണ്ട് ഈ ഒരു താരത്തിന് ഈ ഒരു സീസൺ മുഴുവൻ തന്നെ നഷ്ടമാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും പരിക്കേറ്റ സച്ചിൻ സുരേഷിന് പകരമായി കൊണ്ട് ഒരു സൈനിങ് നടത്താൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ISL തന്നെ ഒരു ക്ലബായ ഹൈദരാബാദ് എഫ്സിയുടെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കാനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹൈദരാബാദ് എഫ്സി നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയതിനാൽ തന്നെ ഹൈദരാബാദിന്റെ താരങ്ങൾക്കെല്ലാം തന്നെ ക്ലബ്ബ് വിടാനുള്ള അനുമതി ക്ലബ്ബ് തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി കൂടിയുണ്ട് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ. പ്രമുഖ ജേർണലിസ്റ്റായ മാർക്കസ് മർഗുലാവോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം തന്നെ ഹൈദരാബാദ് എഫ്സിയുടെ ഈ ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കാനായി നിലവിൽ 4 ക്ലബ്ബുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കൂടാതെ സച്ചിൻ സുരേഷ് ഈ ഒരു സീസണിൽ ഇനി ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ ഗുർമീത് സിംഗിന് ആദ്യ 11-ൽ തന്നെ കളിക്കാൻ സാധിക്കുകയും ചെയ്യും. വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഗുർമീത് സിംഗ് എന്ന ഈ ഒരു ഗോൾ കീപ്പർ 2021 മുതൽ തന്നെ ഹൈദരാബാദ് എഫ്സിയുടെ കാവൽ മാലാകയാണ്. ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്നതിന് മുമ്പേ തന്നെ ഗുർമീത് സിംഗ് എന്ന ഈ ഒരു സൂപ്പർ താരം ISL തന്നെ ക്ലബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിൽ 13 മത്സരങ്ങളിൽ ISL ഗോൾ കീപ്പറായിരുന്ന ഗുർമീത് സിംഗിന് ഒരു ക്ലീൻ ഷീറ്റ് പോലും ഇതുവരെ ആയിട്ടും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഏതായാലും സച്ചിന് പകരമായി കൊണ്ട് ഗുർമീത് സിംഗ് എന്ന ഈ ഒരു സൂപ്പർ ഗോൾ കീപ്പറെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.